ഹായ്. കെ ശൈലജ ടീച്ചർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഒരു അഭിമുഖം കണ്ടു. അംബാനി ചാനലായിട്ടുള്ള ന്യൂസ് 18 ചാനലിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ശൈലജ ടീച്ചറുമായിട്ടുള്ള അഭിമുഖം. ആ അഭിമുഖം കണ്ടപ്പോൾ എന്താണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ അതിൻ്റെ രീതികൾ എന്തെന്നോ അതിൻ്റെ ചട്ടക്കൂടുകൾ എന്തെന്നോ എന്നതിനെക്കുറിച്ച് പ്രായോഗികമായിട്ട് ഒരു അനുഭവവും ഇല്ല. പിന്നെ കുറേ ഇടതുവിരുദ്ധ മാപ്രകൾ സൃഷ്ടിക്കുന്ന കഥകൾ വെച്ചിട്ട് അതിനെ ചോദ്യാവലിയാക്കിക്കൊണ്ട് നേരെ ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു. മറുപടികളെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്നിപ്പോൾ ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ട ശൈലി എന്തെന്ന് ചോദിച്ചാൽ ഇമ്മാതിരി ആയിരിക്കണം. കാര്യം ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പുളകിതരായി പോകും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൊണ്ട് അവരുടെ വ്യക്തിയെ എന്ന നിലയ്ക്ക് അവരിൽ നിന്നും പ്രസ്ഥാനത്തിനെ ഇകഴ്ത്തിയുള്ള മറുപടി എടുക്കുക, അത് വിവാദമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ആ പരമപ്രധാനമായ ലക്ഷ്യത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നതിനെക്കുറിച്ച് സാമാന്യ ബോധമില്ല എന്ന രീതിയിൽ ആ അഭിമുഖത്തിലെ മറുപടികൾ കൊടുത്ത് അവതാരക വേഷത്തിനകത്ത് ഈ അകക്കാമ്പില്ലാതെയും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ സ്ഥിരമായിട്ട് ഇവർ അവലംബിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെ ഏതെങ്കിലും പത്രത്തിലെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വായിച്ചു വെച്ചതിന് ശേഷം ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് രക്ഷാതന്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിയെ ഉയർത്തിയും പ്രസ്ഥാനത്തെ ഇകഴ്ത്തിയുമുള്ള ചോദ്യങ്ങളിലൂടെ അതിലെ മറുപടിയിൽ വ്യക്തിയെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസ്ഥാനത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയ തന്ത്രം. ആ തന്ത്രത്തെ ഒരു 6 മിനിറ്റ് 51 സെക്കൻഡാണ് തോന്നുന്നു അഭിമുഖത്തിനിടയിൽ അവതാരക ഈ പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിപ്പോയ മറുപടികൾ കെ ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അഭിമുഖങ്ങളിൽ പറയേണ്ട മറുപടിയുടെ ഒരു ശരീരഭാഷയും വാചകങ്ങൾ പറയേണ്ട ഒരു രീതിയും എന്താണെന്ന് കൃത്യമായി ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് പ്രസ്ഥാനത്തിനപ്പുറം അധികാരമോഹികളാണ് എന്ന് ഇവർ കരുതുകയാണ്. അതായത് ചിലരെയൊക്കെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മറ്റു ചിലരെ അടിക്കുക, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിക്കാൻ വേണ്ടി കെ ശൈലജയുടെ അഭിമുഖത്തിന്റെ ഏതെങ്കിലും ഒരു വാചകം അതിനകത്ത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവിടെയാണ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടി വെച്ചിട്ട് ഈ അവതാരക ഇരുന്ന് ഉരുകിത്തീരുന്ന ഒരു ദൃശ്യം കാണലിടയാണ്. കണ്ടേ, വിളിച്ചും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം അമർച്ച ചെയ്യാൻ അതിന് ജനാധിപത്യ ബോധമൊന്നുമില്ല മതവർഗീയവാദത്തിൽ. അപ്പോൾ അതിന് കീഴ്പ്പെടാത്ത ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവർ മനസ്സിലാക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വർഗീയവാദികളുടെ സിദ്ധാന്തങ്ങളുടെ കൂടെ ലീഗിനെ കൂട്ടിക്കെട്ടുന്നു, ലീഗിലെ ആളുകളെ കൂടി എന്നിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ലക്ഷ്യം. ആണോ? ഇവിടെ ഇടതുപക്ഷം നിലനിന്നാലല്ലേ മതേതരത്വം നിലനിൽക്കൂ. കോൺഗ്രസിന് ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ രീതിയിൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നുണ്ടോ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ? തീർച്ചയായിട്ടും അവർ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവരുടെ എല്ലാം കൂടെ നിന്ന് വഴിമാറിപ്പോകുന്ന കുറച്ച് പേരുണ്ടാകാം. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മതന്യൂനപക്ഷം ആകെ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചിലയിടത്ത് ഈ ലീഗ് BJP കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നു. ലീഗിനകത്തുപെട്ട ചിലർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കോർപ്പറേഷനിൽ 41ഓളം സീറ്റുകളിൽ BJP ജയിച്ചെടുത്ത് UDF മൂന്നാമതാണ്. അപ്പോൾ ആ UDFിലെ വോട്ട് പോയിട്ടുള്ളത് ഇടതുപക്ഷത്തിനല്ലല്ലോ, ആ വോട്ട് പോയിട്ടുള്ളത് BJPക്കാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി BJPയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അണികളെയും അങ്ങനെ സ്വാധീനിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താ? BJP വരുന്നതിനേക്കാൾ ഗുണകരമല്ല ഇടതുപക്ഷം വരുന്നത്. ഇടതുപക്ഷമല്ലേ ഇവിടെ മതേതരത്വം സംരക്ഷിക്കുന്നത്. അപ്പം ജനങ്ങൾ ഇപ്പം ചിന്തിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്തത് ശരിയാവില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കാലവും ഒരേ തന്ത്രം പയറ്റാൻ സാധിക്കില്ല. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുപക്ഷത്തെ ആ നിലയിൽ വിശ്വസിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷം ആ രീതിയിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നതിൻ്റെ കൂടി ഫലമാണ് ഈ തുടർഭരണം എന്നത് നമുക്ക് കാണാമല്ലോ. പക്ഷേ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ അവർ പറയുന്ന കാര്യങ്ങൾ അതിന് പിന്തുണയർപ്പിച്ച് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ആ വിശ്വാസത്തിൽ കുറവ് വരുത്തിയിട്ടില്ലേ? അങ്ങനെ കുറവ് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രചരണം നടത്താൻ വലിയ മാധ്യമങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ വലിയ മാധ്യമങ്ങൾ അതെല്ലാം തന്നെ ഈ കോർപ്പറേറ്റ് അജണ്ടയുടെ പുറകെ കൂടിയിരിക്കുക. ഞങ്ങൾക്ക് പണം കൊടുത്തോ മറ്റോ പരസ്യം കൊടുത്തോ മറ്റോ ഒരു മാധ്യമത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതെല്ലാം ഈ UDFും BJPയും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ വിരുദ്ധമായിട്ടാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത്. ചെറിയ ചില നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്.
ആ മാധ്യമങ്ങളുടെ പ്രചരണം കുറേ പേരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് എപ്പോഴും വിജയിക്കില്ല. ഞങ്ങൾ ജനങ്ങളെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നു, കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ സംഘടനയെയും ഞങ്ങൾ വിലയിരുത്തുന്ന രീതിയുണ്ട്, അതനുസരിച്ച് തന്നെയായിരിക്കും. മതവർഗീയത പ്രചരിപ്പിക്കുന്നവരെയാണ് വർഗീയവാദികൾ എന്ന് പറയുക. ആ ഗണത്തിൽ വെള്ളാപ്പള്ളിയെ കൂട്ടേണ്ട കാര്യമില്ല. എന്നാൽ വെള്ളാപ്പള്ളി ഏതൊക്കെ ഒരു സമുദായത്തിനെതിരായിട്ട് പറഞ്ഞാൽ ന്യായീകരിക്കുകയില്ല. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ ഈ കേവലമായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് പ്രശ്നം. കേട്ടില്ലേ? ഒരു വെള്ളാപ്പള്ളിയെ പിടിച്ചിട്ട് ആ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുന്നത്? നിങ്ങൾ പറയണം, യെസ് ഓർ നോ പറയണം. അങ്ങനെ പറയാൻ പറ്റുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ നല്ല എല്ലാ കാര്യത്തെയും അംഗീകരിക്കും. വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷത്തിന്റെ ആശയത്തിനെതിരായിട്ട് പറഞ്ഞാൽ അതിനെ എതിർക്കും. ഇത് പറയാനൊരു അവസരം തരണ്ടേ? അതിന് പകരം ഇന്ന കാര്യം യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടതാണല്ലോ ടീച്ചർ. പിന്നീട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേൾക്കുകയാണല്ലോ. അത് വർഗീയതയല്ല. ഏതാ? മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതല്ലേ മലപ്പുറത്ത് മറ്റാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന്? അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. ലീഗുകാരെ കുറിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ലീഗുകാരെ കുറിച്ച് പറഞ്ഞാൽ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിമിനെ കുറിച്ചും പറഞ്ഞു എന്നാ? അതങ്ങനെ പറയല്. മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറഞ്ഞു എന്നാ? ആ ജില്ലയിൽ മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ ഉള്ളത്. എനിക്ക് വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പറഞ്ഞ വാചകത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് ഒരു സമുദായത്തിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് സ്വദേശത്തോടു കൂടിയാണ്. വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞാൽ അതെങ്കിലും മനസ്സിലാക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മതത്തെക്കുറിച്ച് മതത്തിലുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ പോക്ക് ശരിയല്ല. ലീഗ് മുസ്ലിം ജനവിഭാഗത്തെ വഞ്ചിക്കുകയാണ്. കാരണം മുസ്ലിം ജനവിഭാഗം ആഗ്രഹിക്കാത്ത വർഗീയതയുമായി അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അതിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ട് വർഗീയതയുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ മതവിഭാഗത്തിൽ അഭ്യസ്തവിദ്യരായ നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണുള്ളത്. അവരെല്ലാവരും ലീഗ് പറയുന്നത് അവതേപടി വിഴുങ്ങുന്നവരല്ല. ലീഗ് വർഗീയതയുമായി സഹകരിച്ചാൽ നിങ്ങൾ വെച്ചിട്ട് പോ, ഞങ്ങൾ വർഗീയതയുമായി സഹകരിക്കാനില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു, ഞാൻ ലീഗിനെയാണ് വിമർശിച്ചത്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ലീഗിനെയാണ് വിമർശിച്ചത്. ഞങ്ങൾ പിന്നെ പറയണം ലീഗിനെ അല്ല എന്ന് പറയാൻ ഞങ്ങളാരാണ്? കിൻഫ്രയുടെ പാർക്കുകൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ട് ബഹുമാനായിട്ട് മിനിസ്റ്റർ രാജീവ് ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല എത്ര കോടികളുടെ നിക്ഷേപ കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടം വിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരിൽ പലരും, നല്ല അഭ്യസ്തര വിദ്യരായ ആളുകൾ കേരളത്തിൽ തിരിച്ചു വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങുന്നു. മുഴുവൻ ആളും വന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനുള്ളൊരു തുടക്കം കുറിച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തെ എല്ലാ അർത്ഥത്തിലും രക്ഷിക്കാൻ താഴെ തട്ടിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ, അതുപോലെ വാട്ടർ മെട്രോ പോലുള്ള പദ്ധതികൾ, വിമാനത്താവളം പോലുള്ള പദ്ധതികൾ, പുനരധിവാസം വയനാട്ടിലത് വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായി, എവിടെയെല്ലാം ഉരുൾപൊട്ടലുണ്ടായി, ഒഴുകിപ്പോയവരെവിടെ, ഒഴുകിപ്പോയ ഭൂമി എവിടെ? ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പോലെ മനോഹരമായിട്ടൊരു പുനരധിവാസം ഏത് ഗവൺമെൻറ്റാണ് നടത്തുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. അതിനുള്ള പദ്ധതി ഉണ്ടാക്കി ജനങ്ങളെ കൂടെ നിർത്തി ഞങ്ങൾ ആ വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാ മണ്ഡലത്തിലും കാണുന്നുണ്ട്. അത് മതി ഞങ്ങളുടെ പ്രചരണത്തിന്. അത് ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ വീണ്ടും ഇതുപോലുള്ള അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതൊരു സംശയമില്ല. ഇതുകൊണ്ടാണ് ടീച്ചറിന് ആദ്യമേ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തത്. അതായത് സാധാരണഗതിയിൽ കാണാറില്ല ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചോദ്യവും അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രകോപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വായടപ്പിക്കുന്ന മറുപടികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ അവർ അധികാരമോഹത്തിലിരിക്കുന്നവരാണ്. ടീച്ചർ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും, പേരാവൂർ മത്സരിക്കുമോ, മട്ടന്നൂർ മത്സരിക്കുമോ, മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രസ്ഥാനമല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സുകാർക്കിടയിൽ കോൺഗ്രസ്സുകാർ തന്നെ സ്വയം തീരുമാനിച്ച് സതീശ മുഖ്യമന്ത്രി, KC വേണുഗോപാൽ മുഖ്യമന്ത്രി, മുരളീധര മുഖ്യമന്ത്രി, ചെന്നിത്തല മുഖ്യമന്ത്രി തുടങ്ങിയ മുഖ്യമന്ത്രിമാരുടെ സ്വയം പ്രഖ്യാപിത ഇടങ്ങളിൽ നിന്ന് കണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. അതേ മനോഭാവത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തത്. അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു അവതാരക വേഷത്തിൽ വന്നിരിക്കുമ്പോൾ ഒന്നുകിൽ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, അതിലൂടെ കടന്നു പോകണം. ഇവർ വിശ്വസിക്കുന്ന കേരളത്തിലെ കുറേ കമ്മ്യൂണിസ്റ്റ് ബീറ്റ് നോക്കുന്ന ചില ആൾക്കാരെ ഇവർ പരമ പവിത്രരായി കാണുന്നുണ്ട്. ചങ്കും മത്തങ്ങ അറിഞ്ഞൂടാത്തവരാണ്. അല്ലെങ്കിൽ ചുക്കിനും ചുണ്ണാമ്പിനും ഇല്ലാത്ത രീതിയിൽ പണ്ട് കാലഘട്ടത്തിൽ മറ്റേ മറുപടി പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ എഴുതി പിടിപ്പിച്ച നിറം പിടിപ്പിച്ച കഥകൾക്കപ്പുറം ഇടത് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തവരാണ്
ഇതിനകത്ത് എന്ത് ചെയ്യുക, ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മറ്റൊരാളെ ഈ പ്രസ്ഥാനത്തിനകത്ത് അസംതൃപ്തി ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയ കുബുദ്ധിയാണ് ഇവർ എഴുത്തുകളിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് കൂടി മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ സ്ഥിരമായിട്ടുള്ള ചില കപട ചോദ്യങ്ങൾക്കകത്ത് ഒളിച്ചിരുന്ന് സ്വയം രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഒന്നിൽ നിന്ന് മറ്റിലേക്ക് സ്കിപ്പ് ചെയ്ത് ചാടിപ്പോകുന്ന ചില അവതാരക ഉഡായിപ്പുകളുടെ യഥാർത്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഇപ്പം പരിപൂർണമായിട്ട് അധിക്ഷേപിക്കുകയല്ല, അവതാരക ഉഡായിപ്പ് എന്നൊരു രീതിയിൽ പറഞ്ഞവരെ പരിപൂർണമായി റദ്ദാക്കല. പക്ഷേ ഇതാണ് പലരുടെയും പാറ്റേൺ. ചർച്ചകളിലും ഇതുപോലെ തങ്ങളെ അനുകൂലിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം ഉത്തരം മുട്ടുന്ന ഇടങ്ങളിൽ അടുത്ത ആളെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അഭിമുഖങ്ങളിൽ കൃത്യമായിട്ട് നേർക്കുനേറുള്ള ചോദ്യങ്ങളിൽ അവർ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത മറുപടികൾ തിരിച്ചു പറയുമ്പോഴാണ് ഇവർ സ്വാഭാവികമായി പൊളിയുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടികൾ പറയുന്ന നേതാക്കന്മാരെ അഭിമുഖം നടത്തി ശീലിച്ചെടുത്താണ് കെ ശൈലജ ടീച്ചറുടെ ഈ അഭിമുഖം അവതാരകയെ തെറിപ്പിച്ച് കളഞ്ഞത്. അത്തരത്തിൽ മറുപടി കൊടുത്ത് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് കൃത്യമായി തെളിയിച്ചു കൊടുക്കുകയും എങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ അഭിമുഖത്തിലെ പ്രതികരണം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.